ഈ അടുത്തൊരു ഏഭ്യൻ കമന്റ് ചെയ്യുകയുണ്ടായി, ഞാൻ മമ്മൂട്ടിയുടെ മികച്ച സിനിമകളും മോഹൻലാലിന്റെ മോശം സിനിമകളുമാണ് തെരഞ്ഞെടുത്ത് ചെയ്യുന്നതെന്ന്. അതായത് മമ്മൂട്ടിയുടെ കിങ്ങും പപ്പയുടെ സ്വന്തം അപ്പൂസും ഒക്കെ ചെയ്യുന്നു, മോഹൻലാലിന്റെ അലിബായും ഒളിമ്പ്യൻ അന്തോണി യാദവും ഒക്കെ ചെയ്യുന്നു. എടോ ശുംഭ, വിജയിച്ച പടമാണോ അല്ലയോ എന്നൊന്നും നോക്കിയിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഏതെങ്കിലും തരത്തിൽ കണക്ട് ആയിട്ടുള്ള സിനിമകളെ പറ്റി മാത്രമേ ഞാനിവിടെ സംസാരിക്കുള്ളൂ. എന്നാൽ ഇനി അങ്ങോട്ട് കാര്യത്തിലേക്ക് കടക്കാം. നിർണയം, ചെറുപ്പത്തിലെ മറ്റൊരു ഫേവറേറ്റ്. ഈ സിനിമ ഇഷ്ടപ്പെടാൻ 1-2 ചെക്ക് പോയിന്റുകളുണ്ട്. അതിൽ ആദ്യത്തേത് ഡെഫിനറ്റ്ലി ഒറ്റക്കയ്യനായ ആ വില്ലൻ. രണ്ടാമത്തേത് ചെയ്യാത്ത തെറ്റിന് നായകൻ എങ്ങനെ പിടിക്കപ്പെടുന്നു എന്നുള്ള പോയിന്റ്. അതായത് മരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലീസിനെ വിളിച്ച നായിക കുറ്റവാളിയുടെ പേര് പറയാൻ തുടങ്ങുമ്പോൾ മോഹൻലാലിനെ കാണുകയും ആളുടെ പേര് വിളിക്കുകയും ചെയ്യുന്ന ആ ഒരു ലോജിക്. ഇനി അടുത്തത് ഈ സിനിമയിലെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സീൻ. കാര്യം വേഷം മാറി വന്നതാണെങ്കിലും ഒരു ജൂനിയർ ഡോക്ടർ പേഷ്യന്റിന്റെ കണ്ടീഷൻ തിരിച്ചറിയാതെ തെറ്റായ ട്രീറ്റ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ പിടിച്ചു വെച്ച് ഇന്നതാണ് കാര്യം എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന, താൻ തന്നെ വേറെ വലിയൊരു പ്രശ്നത്തിനകത്താണെങ്കിലും ഒരു ഡോക്ടറുടെ ഡ്യൂട്ടി നിർവഹിച്ച ആ ഒരു സീൻ. അടുത്തത് ലാലു അലക്സ്. പുള്ളിയുടെ ഈ സിനിമയിൽ ഒരു പെട ക്യാരക്ടറായിരുന്നു. ഇനിതാ ഈ സീൻ. ഇത്രയും ജീപ്പിന്റെ മേലെ കൂടെ വാന് ജമ്പ് ചെയ്യുന്നത് ചെറുപ്പത്തിൽ അത്രയ്ക്ക് ആവേശത്തോടു കൂടിയായിരുന്നു കണ്ടിരുന്നത്. എല്ലാത്തിനും ഒടുവിൽ ഈ കൈകൾ കൊണ്ട് ഇനിയും ഒരുപാട് ജീവൻ രക്ഷിക്കാനുണ്ടെന്ന് പറഞ്ഞ് നായകനെ സഹായിക്കുന്ന പോലീസുകാരൻ. ബൈ ദ വേ, ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഈ സിനിമയിൽ മറ്റൊരു മികച്ച സീൻ കൂടിയുണ്ട്. അപകടത്തിൽപ്പെട്ട ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തിച്ച ചെറുപ്പക്കാരോട് നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല, ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞ് നിൽപ്പിക്കുന്ന ഒരു പോലീസുകാരനും നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇതുപോലുള്ള പെരുമാറ്റത്തിലൂടെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ചെറുപ്പക്കാരുടെ ഊർജ്ജത്തെ നിങ്ങൾ തല്ലിക്കെടുത്തരുത് എന്ന് ഡോക്ടർ റോയ് പറയുന്ന ആ സീൻ. അതന്നും ഇന്നും എല്ലാ കാലത്തും സാമൂഹിക പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. കാരണം അപകടത്തിൽപ്പെട്ടവരെ പലരും കണ്ടിട്ടും കാണാതെ നടിക്കുന്നത് ഇതും കൊണ്ട് നമ്മൾ പോയാൽ നമ്മൾ കുടുങ്ങുമോ എന്നുള്ള പേടി കൊണ്ടാണ്.